ബാലരാമപുരത്ത് സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ അച്ഛനെ മകൻ സ്ലാബിട്ട് മൂടിയ സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നെയ്യാറ്റിൻകര CIയുടെ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ മൂടിയ സ്ഥലം പൊളിച്ചു പരിശോധിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്മേൽ കളക്ടറുടെ തീരുമാനം ഇന്നറിയാം. സുനിഷ അയ്യല്ലൂർ, ഗുഡ് മോർണിംഗ് സുനിഷ അയ്യല്ലൂർ. എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി. സമാധിയാവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്ലാബിട്ട് മൂടി അച്ഛനെ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയൂ. എന്തായാലും CIയുടെ റിപ്പോർട്ടിന്മേൽ കളക്ടർ ഇന്ന് അനുമതി നൽകിയാൽ ഇന്ന് കല്ലറ പൊളിച്ച് പുറത്തേക്ക് എടുക്കുമല്ലേ ഈ സ്വാമി എന്ന് പറയുന്നയാൾ, അയാളുടെ ശരീരം. സുനിഷ അയ്യല്ലൂർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അതെ, അങ്ങനെ തന്നെയാണ്. കളക്ടറുടെ അനുമതി കിട്ടിയതിന് ശേഷം ഏതായാലും കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടത്തി എന്താണ് മരണകാരണം എന്ന് വ്യക്തമാക്കുക, ഇതിലെ ദുരൂഹത ഒഴിവാക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പറയുന്നതും ഈ മൂടിയ സ്ഥലം പൊളിച്ചു മാറ്റിക്കൊണ്ട് പരിശോധിക്കാനുള്ള അനുമതി വേണമെന്ന ആവശ്യം തന്നെയാണ്. ഏതായാലും അതിനുള്ള അനുമതി കിട്ടുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. പോലീസ് സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ അയൽവാസിയായ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ ഗോപൻ സ്വാമി എന്നയാളെ കാണാനില്ല, മാൻ മിസ്സിംഗ് എന്ന രീതിയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ഏതായാലും നെയ്യാറ്റിൻകര പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയൊരു അന്വേഷണം നടക്കുക എന്നതാണ്. നാട്ടുകാരൊക്കെ തന്നെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് നാട്ടുകാരൊന്നും തന്നെ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല, ഡോക്ടറെ ആ സമയത്ത് മരണം സ്ഥിരീകരിക്കാനായി എത്തിച്ചില്ല, ഇങ്ങനെ പല പല ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരൂഹത ഒഴിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ സ്ലാബ് പൊളിച്ചു മാറ്റി തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ തൊട്ടടുത്ത് നിൽക്കുന്ന നാട്ടുകാർക്ക് ഭയം കൂടാതെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം വേണ്ടതുണ്ട് എന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു അന്വേഷണം, അത്തരത്തിലുള്ള ഒരു പരിശോധന, അതിലേക്ക് തന്നെയാണ് നെയ്യാറ്റിൻകര പോലീസ് കടക്കാൻ പ്രധാനമായും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമായി ഈ ഒഴിവാണ്, ഈ ലീവാണ്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി ആയിരിക്കും ഈ ഉത്തരവ് വരിക എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഈ സ്ലാബ് ഈ പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള പരിശോധന തന്നെയായിരിക്കും. ഈ ഗോപൻ എന്ന് പറയുന്നയാൾ, അയാൾ ഗോപൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നതെന്നാണോ? ആ ഗോപൻ സ്വാമിയും ഈ മകനും മാത്രമാണോ ആ വീട്ടിലുണ്ടായിരുന്നത്? ഈ താൻ സമാധി അടയും എന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. മറ്റാളുകളോടൊക്കെ ഈ ഗോപൻ എന്ന് പറയുന്ന ആ സ്വാമി പറഞ്ഞിരുന്നോ? അരുൺ, അതായത് കുറച്ചു കാലം മുന്നേ തന്നെ സമാധിയാകും എന്നുള്ളതൊക്കെ തന്നെയും പറഞ്ഞിരുന്നു എന്നതാണ് പറയാൻ ലഭിക്കുന്ന വിവരം. അതായത് വാർഡ് കൗൺസിലറോട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഒരു ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ താൻ സമാധിയാകുമെന്ന് പറഞ്ഞിരുന്നു എന്നതാണ് ഈ വാർഡ് മെമ്പർ, അവിടെ ഉണ്ടായിരുന്ന മെമ്പർ പറഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, ഒരാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഇത്രയും പേർ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത്. അതിന് 3 ദിവസം മുന്നേ തന്നെ ഇദ്ദേഹം ഈ വ്യാഴാഴ്ച താൻ സമാധിയാകുമെന്ന് പറഞ്ഞിരുന്നതായാണ് ഇളയ മകൻ പറയുന്നത്. അങ്ങനെ വ്യാഴാഴ്ച രാവിലെയോടുകൂടി തന്നെ 11 മണിക്ക് താൻ സമാധിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീടിൽ നിന്നും ഒരു കുറച്ച് മാറിയാണ് ഈ ഒരു പീഠം ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പീഠത്തിലേക്ക് അദ്ദേഹം പോയി ഇരിക്കുകയായിരുന്നു. 11 മണിയോടുകൂടി തന്നെ മരിച്ചു എന്നതാണ് ഇളയ മകൻ പറയുന്നത്. അവിടെ എത്തിയപ്പോൾ ഈ അച്ഛനായ ഗോപന് ശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ താൻ മരിച്ചു എന്ന് ഉറപ്പിക്കുകയായിരുന്നു. ശേഷം മൂത്ത ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. വീട്ടിൽ മറ്റ് ഈ പറയുന്നത് പോലെ ഈ ഗോപൻ എന്ന് പറയുന്ന അയാളുടെ ഭാര്യ, ഒപ്പം തന്നെ ഈ മകൻ്റെ ഒരു ഭാര്യ, ഇവരാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ചേർന്നുകൊണ്ട് പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പീഠത്തിന്റെ മേൽ സിമന്റ് ഇട്ട് സ്ലാബ് ഇട്ട് മൂടി അല്ലേ? അതെ അതെ, മറ്റ് ആരെയും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടില്ല എന്നതാണ്. അതായത് അന്ന് 11 മണിക്ക് മരിച്ചതിന് ശേഷം ഈ പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നു, അതിനുശേഷം ഈ സ്ലാബിട്ട് മൂടുന്ന പ്രക്രിയ നടത്തുന്നു. അത് നീണ്ടത് അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ 3 മണി വരെ ഈ പ്രക്രിയ നീണ്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവരാരും ഇത് ശ്രദ്ധിച്ചില്ല എന്നതാണ്. പ്രധാനമായും ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിന് തൊട്ടു മുന്നിൽ തന്നെ ഒരു അമ്പലമുണ്ട് എന്നതാണ്. സാധാരണ രീതിയിൽ ഈ അമ്പലത്തിൽ പൂജ നടക്കാറുണ്ട്. ഇവരാണ് ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്.
ഈ ഗോപൻ സ്വാമിയുടെ മകനാണ്. അതുകൊണ്ട് ഈ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവിടെയൊക്കെ തന്നെയും പൂജ നടത്തുന്ന ആളുകളാണ് എന്നതാണ്. അതുകൊണ്ട് മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ്, അതായത് 3 മണിയോടുകൂടി ഈ പ്രക്രിയയൊക്കെ കഴിയുന്നു. അതിനുശേഷം രാവിലെയാണ് ഈ വാർഡ് കൗൺസിലർ വിളിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സമാധിയായിട്ടുണ്ട്, ഞങ്ങൾ അടക്കം ചെയ്തു എന്ന വിവരം പറഞ്ഞത് എന്നതാണ് ഈ മെമ്പർ നമ്മളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് മെമ്പർ വിവരം അറിയുന്നത്. പക്ഷേ നാട്ടുകാർ വിവരം അറിയുന്നത്, അതായത് തൊട്ടടുത്ത വീട്ടിലുള്ളവർ പോലും വിവരം അറിയുന്നത് ഈ വീട്ടിൻ്റെ തൊട്ടു മുന്നിലെ ചില പോസ്റ്ററുകളിലൊക്കെ തന്നെയും ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് ഈ ഗോപൻ മരിച്ചു എന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. അങ്ങനെ നാട്ടുകാരെത്തി വിവരം ചോദിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം സമാധിയായി, തങ്ങൾ അടക്കം ചെയ്തു എന്ന കാര്യം ഈ മകൻ ഇവരോട് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതിലൊരു സംശയം തോന്നി നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തുന്നത്, പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഈ മക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. പക്ഷേ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂത്ത മകൻ പറയുന്നത് അച്ഛൻ ഈ വീട്ടിൽ വെച്ച് മരിച്ചിരുന്നു, അതിനുശേഷം അവിടെ കൊണ്ടാക്കി ഈ പറയുന്നത് പോലെ സ്ലാബിട്ട് മൂടുകയായിരുന്നു എന്നതാണ് മൂത്ത മകൻ പറയുന്നത്. പക്ഷേ ഇളയ മകൻ പറയുന്ന കാര്യം അച്ഛൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആ പീഠത്തിൽ പോയി ഇരുന്നിരുന്നു. കൃത്യം 11 മണിയോടുകൂടി തന്നെ അച്ഛൻ സമാധിയായി. അതിനുശേഷമാണ് ഈ സ്ലാബിട്ട് മൂടിയത് എന്നതാണ് ഇളയ മകൻ പറയുന്ന വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് ഒരു കാര്യം. ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോപൻ എന്ന് പറയുന്ന ആൾക്ക് വയ്യാതായിട്ട് കുറച്ച് കാലമായി എന്നതാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെയും 6 മാസം മുമ്പേ ഒക്കെയാണ് ഈ ഗോപൻ എന്ന് പറയുന്ന ആളെ കണ്ടത്. അതിനുശേഷം ഈ കിടപ്പിലായിരുന്നു എന്നൊക്കെ തന്നെയാണ് മക്കളടക്കം പറഞ്ഞിരുന്നത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കിടപ്പിലായ ഒരാൾ എങ്ങനെ നടന്നു വന്നുകൊണ്ട് അവിടെ ഇരിക്കുമെന്നൊരു സംശയം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത്തരത്തിൽ നിരവധി സംശയങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, ഈ ഡോക്ടറുടെ ഒരു സ്ഥിരീകരണം അതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ മറ്റാരെയും അറിയിക്കുകയും ചെയ്തിട്ടില്ല. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇനി ഈ പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം അവിടെ എത്തിച്ചതാണെങ്കിൽ ഇയാൾക്ക് നേരത്തെ ഈ ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി പ്രശസ്തി ആർജിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം ഈ സമാധിയാകുന്ന ഈ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഒരു സ്ലാബ് ഇട്ട് സമാധിയായി എന്ന തരത്തിലേക്ക് വരുത്തി തീർത്തതാണോ എന്നതടക്കമുള്ള സംശയങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പല ഭാഗത്തിൽ സംശയം ഉയരുന്നുണ്ട്. ഈ സംശയങ്ങളൊക്കെ തന്നെയും ദൂരീകരിക്കുക എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന, ഒരു ഉറപ്പിക്കൽ അത് വേണം എന്നുള്ള ആവശ്യം ഏതായാലും കളക്ടറോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കളക്ടർ നാളെയോ മറ്റന്നാളോടു കൂടി ഇതിലൊരു ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് പോലീസ്. എന്തായാലും സുനീഷ, വളരെ വിചിത്രമായൊരു സംഭവമായി പോയി എന്ന് പറയാതെ നിവൃത്തിയില്ല. ഒരു അച്ഛൻ പറയാണ്, ഞാൻ നാളെ മരിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ച മരിക്കും, 11 മണിക്ക് മരിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണല്ലോ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുക. എന്നിട്ട് സമാധി അടഞ്ഞു എന്ന് പറഞ്ഞ് മക്കളെല്ലാവരും കൂടി ചേർന്ന് സ്ലാബിട്ട് മൂടുക എന്നുള്ളതാണ്. അതിലൊരു മകൻ പറയുന്നു വീട്ടിൽ വെച്ച് മരിച്ചു, മറ്റൊരു മകൻ പറയുന്നു ഇല്ല, ഈ സമാധി പീഠത്തിൽ പോയി മരിച്ചു. അതിന് പേരൊക്കെ ഇട്ടു, സമാധി പീഠം, ശവകല്ലറയാണ് ഉദ്ദേശിച്ചത്, അവിടെ പോയി സമാധിയായി എന്നുള്ളതാണ്.